മകളുടെ ജന്മദിനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിൽ നിന്നും നാട്ടിലെത്തിയ ഭർത്താവിനെ കാമുകനോടൊപ്പം ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീപ്പയിലാക്കിയ സംഭവം ഏറെ വിവാദമായിരുന്നു. ഉത്തർപ്രദേശിലാണ് ഈ ക്രൂരകൃത്യം അന്ന് നടന്നത്. ഇപ്പോഴിതാ ഈ കേസിലെ പ്രതിയായ മുസ്കാന് പെൺകുഞ്ഞു ജനിച്ചിരിക്കുകയാണ്. ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. മീററ്റിലെ ജയിലിലായിരുന്ന മുസ്കാനെ പ്രസവത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. 2.4 കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നുവെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി. മുസ്കാൻ കുഞ്ഞിന് ജന്മം നൽകിയ വിവരം കുടുംബാംഗങ്ങളെ അറിയിച്ചെങ്കിലും ആരും സന്ദർശിക്കാൻ എത്തിയിരുന്നില്ല. മൂത്ത മകളുടെ ജന്മദിനം ആഘോഷിക്കാൻ ലണ്ടനിൽ നിന്നും നാട്ടിലെത്തിയപ്പോഴാണ് ഭക്ഷണത്തിൽ ഉറക്കഗുളിക ചേർത്ത് നൽകിയതിനു ശേഷം ഭർത്താവ് സൗരഭിനെ മുസ്കാനും കാമുകനും ചേർന്ന് മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയത്. പിന്നാലെ തലയും കൈകളും വെട്ടിമാറ്റി. മറ്റ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നീല നിറത്തിലുള്ള വീപ്പയിലാക്കി കോൺക്രീറ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു മുസ്കാനും കാമുകനും ചേർന്ന് ഇന്ദിരാനഗറിലെ വീട്ടിൽ വെച്ച് സൗരഭിനെ കൊലപ്പെടുത്തിയത്. ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന് സ്വന്തം വീട്ടുകാരെ അറിയിച്ച ശേഷം ഹിമാചലിലേക്ക് കടന്ന മുസ്കാനെയും കാമുകനെയും മാർച്ച് 18-നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുസ്കാന്റെ മാതാപിതാക്കൾ മകൾക്കെതിരെ പോലീസിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ സൗരവ് മൂത്ത കുട്ടിക്ക് വേണ്ടിയാണ് വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ നിന്നും പിന്മാറിയത്. മകളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു സൗരഭിന്റെ തീരുമാനം. അതിനിടെയാണ് മുസ്കാനും കാമുകനും ചേർന്ന് സൗരഭിനെ കൊലപ്പെടുത്തിയത്.